ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ളത്. ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പൈനാപ്പിളാണ് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ എടുത്തത്. അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുഭാഗം ഇത്രയും വലുപ്പത്തിലുള്ളൊരു കഷ്ണമാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മീതത്തെ തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ നടുവിലായിട്ട് ഈ കൂന് എന്ന് പറഞ്ഞൊരു കട്ടിയുള്ള ഭാഗമുണ്ട്, അത് മുറിച്ച് ഒഴിവാക്കണം. അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നാക്കിനൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു അയലിച്ച പോലെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഈ കയ്യിൽ കാണിച്ച ഇഞ്ചിയിൽ നിന്ന് 2 കഷ്ണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല, ഞാനത് മുറിച്ചപ്പോൾ അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. അതിനൊരു പകുതി വലുപ്പത്തിലുള്ള ഒരു മീഡിയം സൈസ് നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുരുണ്ട്. അപ്പോൾ ആ കുരു ഒരു അരിപ്പയിൽ അരിച്ചിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പൈനാപ്പിളിന് മധുരമുള്ളതല്ല, അടിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ പാകം നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. ഇനി 1 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ആദ്യം ഞാനൊരു അരിക്കൽ അരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ല ചണ്ടി പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഒന്നും കൂടി അരിച്ചെടുക്കുകയാണ്. അത് ആദ്യത്തെ ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടതാണ്. ആദ്യം അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വേസ്റ്റിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്നങ്ങോട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അതിന് ശേഷമാണ് രണ്ടാമതും ഒന്നും കൂടി അരിച്ചെടുക്കുന്നത്. ജ്യൂസൊക്കെ അരിച്ചെടുക്കാൻ കുറച്ച് കണ്ണി അകലുള്ള അരിപ്പായിരിക്കണം. അങ്ങനത്തെ അരിപ്പല്ല, ഇത് തന്നെയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് താമസം. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് ഒക്കെ ഇങ്ങനെ താഴേക്ക് വീഴ്ത്തണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ 1 കഷ്ണം പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് അടിച്ചപ്പോൾ 4 ഗ്ലാസ് ജ്യൂസാണ് ഇട്ടാൽ കിട്ടിയത്. ഇനി ഇത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ ചൂടിനെ നേരിടാൻ വേണ്ടിയിട്ട് പല ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ പൈനാപ്പിൾ വാങ്ങിയിട്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും കുടിക്കാൻ തോന്നും. നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഈ ജ്യൂസ് ഗ്ലാസ്സിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഒരു കക്കിരി ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.